ഇന്ത്യൻ പാർലമെന്റിൽ 33% വനിതകളുണ്ടായാൽ പ്രതിപക്ഷത്തിന് എന്താണ് പ്രശ്നം? പ്രതിപക്ഷം വനിതാ റിസർവേഷൻ ബില്ലിനെ എതിർക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്ന പ്രത്യേക പാർലമെന്ററി സെഷനിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പരിശോധിക്കാം. ആദ്യമേ പറയട്ടെ, ഇന്ത്യൻ പ്രതിപക്ഷം വനിതാ റിസർവേഷൻ ബില്ലിനെ എതിർക്കുന്നു എന്നുള്ളത് പച്ചക്കള്ളമാണ്, വ്യാജ നരേറ്റീവാണ്. ഈ വനിതാ റിസർവേഷൻ ബില്ല് 2023 എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2023 യുനാനിമസ്ലി ഇന്ത്യൻ ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളൊരു ബില്ലാണ്. നിലവിലെ പ്രശ്നം ഈ ബില്ലുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഡീലിമിറ്റേഷൻ ബിൽ അഥവാ മണ്ഡല പുനർനിർണയ ബിൽ. നിലവിൽ ഇന്ത്യയിലുള്ള 543 അല്ലെങ്കിൽ 540 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ 33% റിസർവേഷൻ നടപ്പിലാക്കുന്നതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡല പുനർനിർണയം കഴിഞ്ഞതിന് ശേഷം ഈ 543 വർദ്ധിച്ചതിന് ശേഷം അവിടെ മാത്രമേ ഈ 33% അപ്ലൈ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഡീലിമിറ്റേഷൻ ഇപ്പോൾ നടത്തണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലത്തെ ടേക്ക് പ്രകാരം പോപ്പുലേഷനാണ് അഥവാ ജനസംഖ്യയാണ്. ഈ ജനസംഖ്യ അടിസ്ഥാനമാക്കി സീറ്റുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് പോളിസികൾ കൊണ്ടുവന്നിരുന്നു. ഈ പറയുന്ന ഫാമിലി കൺട്രോളും പോപ്പുലേഷൻ കൺട്രോളും എല്ലാം ബന്ധപ്പെട്ട് അത് കൃത്യമായി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പാലിച്ചു പോന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പോപ്പുലേഷൻ കുറയുകയും അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതേ സമയത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അല്ലെങ്കിൽ ഹിന്ദി ഹേർട്ട്ലാൻഡിലുള്ള UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ വീണ്ടും ക്രമാതീതമായിട്ട് കൂടുകയും ചെയ്തു. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഈ പറയുന്ന പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡീലിമിറ്റേഷൻ വരുമ്പോൾ, മണ്ഡല പുനർനിർണയം വരുമ്പോൾ അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര രാഷ്ട്രീയത്തിൽ കുറേ കൂടെ സ്വാധീനമുള്ള സംസ്ഥാനമാണല്ലോ. സൗത്ത് ഇന്ത്യയിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആവുകയും ചെയ്യും. അതായത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം കുറയുകയും നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടേത് കൂടുകയും ചെയ്യും. സൈഡ് ദാറ്റ് BJPക്ക് നിലവിൽ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതും. അപ്പം അതൊരു പ്രശ്നമാണല്ലോ. ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി പാലിച്ചതുകൊണ്ട് മാത്രം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനം കുറയുന്നത് അംഗീകരിക്കാനാവുക? അതിലൊരു നീതികേടിൻ്റെ പ്രശ്നമുണ്ടല്ലോ. പിന്നെ ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെ എല്ലാ സ്റ്റേറ്റുകളും കൂടും. ഇതൊരു സ്റ്റേറ്റുകളുടെ യൂണിയനാണ്, എല്ലാ സ്റ്റേറ്റുകളും കൂടി ചേരുകയാണ്. അപ്പം ഇവിടെ ഈ സ്റ്റേറ്റുകളോട് നീതികേട് കാണിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം, അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ വിമൺ റിസർവേഷനിലേക്ക് നമ്മൾ കുറേ കൂടെ ക്ലോസർ ആയിട്ട് വരികയാണെങ്കിൽ അതിനകത്തും ഒരുപാട് പ്രശ്നമുണ്ടാവും. നിലവിൽ ഈ പറയുന്ന ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2011 സെൻസസിലെ ഡാറ്റയാണ്. 2011 ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അന്ന് കൃത്യമായി കാസ്റ്റ് എന്യൂമറേഷൻ, ഈ പറയുന്ന ജാതി സെൻസസ് കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 10-60 വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നിട്ടുള്ളത്. പിന്നെ അത് നടക്കാൻ പോകുന്നത് ഈ പറയുന്ന 2026-27 സെൻസസിലാണ്. അപ്പോൾ 27 സെൻസസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് അടിസ്ഥാനമാക്കുന്നില്ല താനും. അപ്പോൾ കൃത്യമായിട്ട് ഈ 33% വനിതകളിൽ ആരൊക്കെ, ആ 33% എന്ന് പറയുന്നത് ഒരു കോട്ടയാണ്. ആ കോട്ടയ്ക്കകത്തൊരു കോട്ട ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അതിനകത്തൊരു റിസർവേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ഒരു പഞ്ചായത്തിലേക്ക് ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന വനിതാ റിസർവേഷൻ ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, നേതാവിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ആ പ്രിവിലേജ് ആയിട്ടുള്ള കുടുംബങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ സ്ത്രീകളെ പേരിന് മെമ്പർമാരാക്കുക എന്നുള്ളതാണ്. ഭരണം പുരുഷന്മാർ തന്നെ നടത്തുകയും ചെയ്യും. അപ്പോഴും പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടെ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത്. നമ്മുടെ ഈ ബില്ലിൻ്റെ തന്നെ പർപ്പസ് എന്താണ്? യഥാർത്ഥത്തിൽ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള പ്രിവിലേജ് കിട്ടാത്ത ആളുകൾ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമാവുകയും അവർക്ക് അവിടെ റോൾ ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ളതാണല്ലോ. ആ പർപ്പസ് കൃത്യമായി സെർവ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സർവേ ഈ സെൻസസ് നടന്നേ പറ്റുള്ളൂ. അപ്പോൾ സെൻസസ് പോലും നടത്താതെ തിരക്ക് കൂട്ടിയിട്ട് ഈ വനിതാ റിസർവേഷൻ ബില്ല് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അതിന് ഡീലിമിറ്റേഷൻ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് BJPക്ക് കാലാകാലവും ഇന്ത്യ ഭരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ സീറ്റുകളെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം.